ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിങ്ക്ഡ് ലിസ്റ്റിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ എന്താണ് ലിങ്ക്ഡ് ലിസ്റ്റ്? In a linked list, insertion involves adding a new element to a specific position within the list. Linked lists are dynamic data structures made up of nodes, where each node contains data and a reference or link to the next node in the list. അതായത് ലിങ്ക്ഡ് ലിസ്റ്റിൽ നമ്മൾ ഡൈനാമിക് മെമ്മറി അലോക്കേഷനാണ് നടക്കുന്നത്. അരീസിൽ നമുക്കറിയാം സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനാണ്. ഇവിടെ നടക്കുന്നത് ഡൈനാമിക് മെമ്മറി അലോക്കേഷനാണ്. അപ്പം ഇതിന് മെയിനായിട്ട് രണ്ട് പാർട്ടാണുള്ളത് ഈ ലിങ്ക്ഡ് ലിസ്റ്റിന്. ഒന്ന് ഡാറ്റ ആൻഡ് നെക്സ്റ്റ് അതിൻ്റെ റെഫറൻസ് ലിങ്ക്, അതിൻ്റെ അഡ്രസ്, നെക്സ്റ്റ് ഡാറ്റയുടെ അഡ്രസ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അങ്ങനെ രണ്ട് പാർട്ടാണ് ഇതിനുള്ളത്, ഓരോ നോഡിനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം അരയിൽ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് നോക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റ് കുറച്ചുകൂടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അരയിൽ എങ്ങനെയാണ് മെമ്മറി ലൊക്കേഷൻ? ഒരു കോണ്ടിഗ്യുവസ് ബ്ലോക്ക് ആയിട്ടാണ്. ഓക്കെ, ഈച്ച് എലമെന്റ് ഈസ് സ്റ്റോർഡ് വൺ ആഫ്റ്റർ അനദർ ഇൻ എ സിംഗിൾ കോണ്ടിഗ്യുവസ് മെമ്മറി സ്പേസ്. ഓരോ എലമെന്റും ഒന്ന് സ്റ്റോർ ചെയ്യുക, അതിന്റെ നെക്സ്റ്റ് അടുത്തത് സ്റ്റോർ ചെയ്യുക, അങ്ങനെ ആ ഒരു ഓർഡറിലാണ് ഇവിടെ സ്റ്റോർ ചെയ്യുന്നത്, അരയിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അരേനെ നമ്മൾ ഡിക്ലെയർ ചെയ്യണ സമയത്ത് തന്നെ ആ ഒരു ടൈമിൽ തന്നെ എന്ത് ചെയ്യും, അതിനുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്യും. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ 4 ബിറ്റ് സ്റ്റോർ ചെയ്യണമെന്ന് കരുതിക്കോളൂ. 4, 13, 14, 26 എന്നീ നമ്പേഴ്സ് നമുക്ക് സ്റ്റോർ ചെയ്യണം. ഓക്കെ, അപ്പം അതിന് ആദ്യം തന്നെ എന്ത് ചെയ്യും, അരയായിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ അതിന് ഒരു 4 മെമ്മറി ലൊക്കേഷൻ നമുക്ക് ആവശ്യമാണ്. അപ്പം അരേനെ ഡിക്ലെയർ ചെയ്യുന്ന സമയത്തിന് എന്ത് ചെയ്യും, ആ ഒരു മെമ്മറി ലൊക്കേഷൻ അലോക്കേറ്റ് ചെയ്യും. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ മെമ്മറിനെ 4 ബ്ലോക്ക് ആയിട്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്യും. അപ്പം നമുക്ക് 4 എണ്ണമാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. സോ അതിന് ആ ഒരു മെമ്മറി, ടോട്ടൽ മെമ്മറിനെ എന്ത് ചെയ്യും, 4 ബ്ലോക്ക് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഓരോ ബ്ലോക്കിലും ഓരോ ഡാറ്റ വാല്യൂവിനെ സ്റ്റോർ ആയിട്ട് ചെയ്യും. ഓക്കെ, നമ്മളിവിടെ 1000, 1004 എന്നൊക്കെ എഴുതിയിരിക്കുന്നത് ഒരു എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു അഡ്രസ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഇവിടെ എന്താണ്, ഇവിടെ ഇൻറ്റീജർ നമ്പറാണ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത് അല്ലേ. അപ്പം ഈ ഓരോ ബ്ലോക്കിൻ്റെയും സൈസ് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാന്നറിയോ? നമ്മൾ ഓരോ ബ്ലോക്കിനെയും നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ വാല്യൂനെ ഇൻസേർട്ട് ചെയ്യും, സ്റ്റോർ ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പം ഓരോ ബ്ലോക്കിന് ഏത് സൈസ് വെച്ചിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത് എങ്ങനെ മനസ്സിലാവുമെന്നറിയോ? ആ ഒരു ഡാറ്റ ടൈപ്പിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ സൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ട് പറഞ്ഞു ഇൻറ്റീജർ ആണ്. അപ്പോൾ നമുക്ക് അവിടെ 4 ബൈറ്റ് അല്ലെങ്കിൽ 2 ബൈറ്റ് ഒക്കെ ആയിട്ടാണ് എന്ത് ചെയ്യുക, അവിടെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ 4 ബൈറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 1000, 1004, 1008, 1012 അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് വന്നിട്ടുണ്ട് അല്ലേ. ഒരു 4 ബൈറ്റിൻ്റെ ഡിഫറൻസിൽ ഇങ്ങനെ നമ്മൾ ഡിവൈഡ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ എലമെൻറ്റിനെയും ഓരോ ഇൻറ്റീജറിനെയും നമ്മൾ എന്ത് ചെയ്യും, ഓരോന്നിലും അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. ഇപ്പോൾ 4നെ നമ്മൾ 1000 എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെമ്മറി ലൊക്കേഷനിൽ സേവ് ചെയ്താൽ 13നെ നമ്മൾ അടുത്തത് എവിടെയാണ് സേവ് ചെയ്യുക, 4 ബൈറ്റ് കഴിഞ്ഞിട്ട് അല്ലേ. 1000 നിന്ന് 4 ഇൻക്രീസ് ചെയ്ത് എന്ത് ചെയ്യും, 1004ലാണ് നമ്മൾ എവിടെ 13നെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, അരേ ഈസ് എ സീക്വൻഷ്യൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ലിസ്റ്റ് അല്ലേ. സീക്വൻഷ്യൽ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ലിസ്റ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് അരേ യൂസ് ചെയ്യുമ്പോൾ. ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞു സ്റ്റാറ്റിക് മെമ്മറി ലൊക്കേഷനാണ്. അതായത് ഒരു അരേ നമ്മൾ ഡിക്ലെയർ ചെയ്യാണ്, ഇൻറ്റ് എ ഓഫ് 5, ഒരു അരേ 5 ആയിട്ടുള്ളത് നമ്മൾ ഡിക്ലെയർ ചെയ്യും. ഇപ്പോൾ ഇവിടെ 4 ആണല്ലേ, അപ്പോൾ ഇൻറ്റ് എ ഈസ് ഈക്വൽ ടു 4 എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്ത് എന്താണ്, അഞ്ചാമതൊരു എലമെന്റ് വന്നാൽ നമുക്ക് അതിനെ എവിടെ ചെയ്യാൻ പറ്റില്ല, സ്റ്റോർ ചെയ്യാൻ കഴിയില്ല. അതിന് അങ്ങനെ എക്സ്ട്രാ വന്ന് എന്ത് ചെയ്യും, അവിടെ ഓവർഫ്ലോ വരും. അതാണ് നമ്മൾ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് പറയുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഡിക്ലെയർ ചെയ്ത് വെക്കും അല്ലേ. ഇത്ര മെമ്മറി അലോക്കേഷനാണ് ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നത്, നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെക്കും. അപ്പം അത് അതിൻ്റെ ഒരു എന്താണ്, ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് കണക്കാക്കാം നമുക്ക്. ഇതിനെ സോൾവ് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ലിങ്ക്ഡ് ലിസ്റ്റ് ഡാറ്റ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു പ്രോബ്ലത്തിന്, ഈ ഒരു സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ എന്നുള്ള പ്രോബ്ലത്തിന്, അതൊരു പ്രോബ്ലം എന്നല്ല, നമുക്ക് എന്താണ് ഒരു ഓവർഫ്ലോ വരും. അതായത് എക്സ്ട്രാ ഒരു ഡിജിറ്റ് വന്നാൽ നമുക്ക് അതിനെ സ്റ്റോർ ചെയ്യാൻ കഴിയില്ല അരേ ആകുമ്പോൾ, അത് നമ്മൾ എന്നെ ഡിക്ലെയർ ചെയ്യുമ്പോൾ. സോ ഇതിനെ സോൾവ് ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്, ലിങ്ക്ഡ് ലിസ്റ്റ് എന്നുള്ള ഡാറ്റ സ്ട്രക്ചർ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലിങ്ക്ഡ് ലിസ്റ്റ് എന്തായിരിക്കും, ഒരു ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു കോണ്ടിഗ്യുവസ് മെമ്മറി ലൊക്കേഷനാണെന്ന്. അപ്പം ലിങ്ക്ഡ് ലിസ്റ്റ് എന്തായിരിക്കും, നോൺ കോണ്ടിഗ്യുവസ് മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും അല്ലേ. അതെന്താണ്, ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ആണ്.
നമ്മൾ ഇതിനെ ഈ ലിങ്ക്ഡ് ലിസ്റ്റിനെ നമ്മൾ എന്താണ് ഒരു പോയിന്റർ വെച്ചിട്ടാണ് കണക്ട് ചെയ്യുക. ഒരു ലിസ്റ്റിനെ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് മെമ്മറി ലൊക്കേഷനിലായിരിക്കും അല്ലേ. ഈ ഒരു ലിങ്ക്ഡ് ലിസ്റ്റിൽ എന്താണ് ഒരു ലിസ്റ്റിനെ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ അത് ഡിഫറെൻറ്റ് മെമ്മറി ലൊക്കേഷനിലായിരിക്കും. അതിനെ ഒരൊറ്റ പോയിന്റർ വെച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുക. ഇവിടെ സ്റ്റാറ്റിക് ആയിട്ടുള്ള എങ്ങനെയായിരുന്നു, നമ്മളിങ്ങനെ ഓരോന്നും 4 ഇൻക്രീസ് ചെയ്തിട്ട് 4 ബൈറ്റ് ആണെങ്കിൽ 4 ഇൻക്രീസ് ചെയ്ത് ഇങ്ങനെ ഇതാക്കി. അപ്പം ലിങ്ക്ഡ് ലിസ്റ്റിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഡാറ്റയും എവിടെ ആയിരിക്കും, ഡിഫറെൻറ്റ് മെമ്മറി ലൊക്കേഷനിലായിരിക്കും. അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു പോയിന്റർ വെച്ചിട്ട് കണക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് റൺ ടൈമിൽ തന്നെ എന്ത് ചെയ്യും, മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ മറ്റേതിൽ പറഞ്ഞു അറേ ആവുമ്പോൾ എന്താണ് ഒരു ഡിക്ലറേഷൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു എലമെന്റിനെ ആഡ് ചെയ്യാൻ പറ്റുമോ, അത് കഴിയില്ല. ഇവിടെ എന്താണ് റൺ ടൈമിൽ തന്നെ നമുക്ക് മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. എവിടെ ഏത് മെമ്മറി ലൊക്കേഷനിലാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു പോയിന്റർ വെച്ചിട്ട് അതിനെ കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഒരു ചെയിൻ പോലെ അതിനെ ഫോം ചെയ്യാം. ഓക്കെ, അതാണ് ലിങ്ക്ഡ് ലിസ്റ്റിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഈ ഒരു 4, 13, 14, 26 എന്നുള്ള ആ ഒരു തന്നെ എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ അരയിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്ന് കണ്ടു, അതന്നെ എങ്ങനെ ലിങ്ക്ഡ് ലിസ്റ്റിൽ റെപ്രസെന്റ് ചെയ്യാന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. നെക്സ്റ്റ് ഡാറ്റയുടെ എന്താണ് അഡ്രസ്സും അതിൻ്റെ കൂടെ സ്റ്റോർ ചെയ്യണം ആ ഒരൊറ്റ നോഡിൽ അല്ലേ. നെക്സ്റ്റ് നമ്മൾ അതിനെ എന്ത് ചെയ്യും, ലിങ്ക് ചെയ്യും, അടുത്തതുമായിട്ട് ലിങ്ക് ചെയ്യും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ വൈസ് നോക്കാം. അപ്പം നമ്മൾ 4 എന്നുള്ളത് ആ ഒരു നോട്ടിൽ സ്റ്റോർ ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് 2000 എന്ന് പറയുന്നത് എന്താണെന്നറിയോ, ഈ 13ൻ്റെ അഡ്രസ്സാണ്. നേരത്തെ നമ്മൾ 4ൻ്റെ അഡ്രസ്സ് 1000 എന്നൊക്കെ എഴുതില്ല, അതേപോലെ 13ൻ്റെ അഡ്രസ്സാണ് എന്ത് 2000 എന്നുള്ളത്. ഈ 2000 2500 എന്നും കൊടുത്തത് ജസ്റ്റ് ഒരു എക്സാമ്പിൾസ് ആണ് കേട്ടോ. അപ്പം എന്താണ് ഈ 13ൻ്റെ അഡ്രസ്സ് നമ്മൾ ഈ 4ൻ്റെ കൂടെ ചേർത്ത് ഇൻസേർട്ട് ചെയ്തു. അങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇത് കണക്ട് ചെയ്യുമ്പോൾ എന്താണ് ഈ 2000 എന്തുണ്ട് 13 എന്നുള്ള ആ ഒരു ഡാറ്റ ഉണ്ട്, അതിനെ തമ്മിലാണ് നമ്മൾ എന്ത് ചെയ്യുക ഒരു ചെയിൻ ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 2500 എന്ന് പറഞ്ഞത് എന്തായിരിക്കും 14ൻ്റെ അഡ്രസ്സാണ്, മെമ്മറി അഡ്രസ്സാണ് അല്ലേ. ഇനി ഈ 3000 എന്ന് പറയുന്നത് 26ൻ്റെ മെമ്മറി അഡ്രസ്സാണ്. സെയിം വേ. ഓക്കെ, അപ്പം ഇത്രയും ഇത് മനസ്സിലായല്ലോ. ഇങ്ങനെ എന്താണ് ഓരോന്നിൻ്റെയും മെമ്മറി അഡ്രസ്സ് ഈ 2500 എന്ന് പറയുന്നത് 13ൻ്റെ മെമ്മറി അഡ്രസ്സ് അല്ല കേട്ടോ, തൊട്ട് നെക്സ്റ്റ് വരുന്നതിൻ്റെ അതായത് 14ൻ്റെ മെമ്മറി അഡ്രസ്സാണ് 2500, 13ൻ്റെ മെമ്മറി അഡ്രസ്സ് എന്താണ് 2000. അപ്പം നെക്സ്റ്റ് വരുന്നതിൻ്റെ മെമ്മറി അഡ്രസ്സാണ് എന്ത് വരുന്നത് പ്രീവിയസ് ആയിട്ടുള്ള ആ ഡാറ്റയോടൊപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ അലോക്കേറ്റ് ചെയ്ത് വെക്കുന്നത് അല്ലേ. ഓക്കെ, നമുക്ക് ഇനി നെക്സ്റ്റ് ഒരു 35 എന്നുള്ള ഒരു ഇൻറ്റിജറും കൂടി എടുക്കണം. അത് നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്യണം. അപ്പം അതിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് 3400 ആണെന്ന് എഴുതിക്കോളൂ. അപ്പം എന്താണ് ഈ തൊട്ട് മുന്നേ ഉള്ള 26ൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു 3400 എന്നുള്ള മെമ്മറി അഡ്രസ്സ് നമ്മളവിടെ അലോക്കേറ്റ് ചെയ്ത് വെച്ചു അല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് ഡാറ്റാസ് ഒന്നുമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു മെമ്മറി അഡ്രസ്സിനെ നമ്മൾ എന്ത് ചെയ്യും നൾ എന്ന് റെപ്രസെൻ്റ് ചെയ്യും. നൾ എന്ന് പറയുമ്പോൾ എന്താണ് നെക്സ്റ്റ്, നൾ എന്ന് പറയുമ്പം അവിടെ നെക്സ്റ്റ് ഡാറ്റ ഇനി ഇല്ല. ഇത് കഴിഞ്ഞാൽ 35 കഴിഞ്ഞാൽ എന്താണ് നെക്സ്റ്റ് ഡാറ്റ ഇനി ഇൻസേർട്ട് ചെയ്യാനുള്ള. അപ്പോൾ നമ്മളവിടെ നൾ എന്ന് ആ ഒരു മെമ്മറി അഡ്രസ്സിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. ഓക്കെ, ഇപ്പം നമ്മൾ 13ൻ്റെയും 14ൻ്റെയും ഒക്കെ കേസ് പറഞ്ഞു, അതിൻ്റെയൊക്കെ മെമ്മറി അഡ്രസ്സ് തൊട്ട് മുന്നത്തതായിട്ട് എന്ത് ചെയ്യും അവിടെ അലോക്കേറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റെപ്രസെൻ്റ് ചെയ്യുന്ന 4 അതിൻ്റെ എന്താണ് ആ ഒരു നോഡിലെ ഡാറ്റയെ നമ്മൾ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹെഡ് പോയിന്റർ യൂസ് ചെയ്യുന്നത്. ഹെഡ് പോയിന്ററിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1000 ആണ്. അതിനുവേണ്ടി നമ്മൾ എന്താണ് ഹെഡ് പോയിന്റർ യൂസ് ചെയ്യുന്നത് ഈ 4നെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്ക് അരേയും അതുപോലെ തന്നെ ലിങ്ക്ഡ് ലിസ്റ്റും തമ്മിലുള്ള മെയിൻ കീ ഡിഫറൻസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് മെമ്മറി കണ്ടിന്യൂറ്റി. അപ്പം അരേ എന്താണെന്ന് പറഞ്ഞു, കണ്ടിന്യൂസ് മെമ്മറി ആണ്. മീനിങ് ഈച്ച് എലമെന്റ് ഈസ് ഡയറക്ട്ലി നെക്സ്റ്റ് ടു അനദർ. നമ്മൾ നെക്സ്റ്റ് അങ്ങനെ അല്ലേ, ഈച്ച് എലമെന്റ് അതായത് ഒരു എലമെന്റ് കഴിഞ്ഞാൽ അടുത്തത് എന്നുള്ള ആ ഒരു ഓർഡറാണ് നമ്മൾ അരയിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ലിങ്ക്ഡ് ലിസ്റ്റ് എങ്ങനെയായിരുന്നു, സ്റ്റോർഡ് ഇൻ നോൺ കണ്ടിന്യൂസ് മെമ്മറി വിത്ത് ഈച്ച് എലമെന്റ് ലിങ്ക്ഡ് ടു നെക്സ്റ്റ്. രണ്ട് മെമ്മറി ലൊക്കേഷനിലായിരിക്കും, അതിന് നമ്മൾ എന്ത് ചെയ്യും ലിങ്ക് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് നമ്മുടെ മെമ്മറി കണ്ടിന്യൂറ്റിയുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ആക്സസ് ടൈം. അരേ എന്താണ് ഡയറക്റ്റ് ആക്സസ് ടു എലമെന്റ് ബൈ ഇൻഡെക്സ്. ഡയറക്റ്റ് ആക്സസ് ആണ് ഇവിടെ നടക്കുന്നത് അരയിൽ. എന്നാൽ ലിങ്ക്ഡ് ലിസ്റ്റ് ആണെങ്കിലോ സീക്വൻഷ്യൽ ആക്സസ് ആണ്. ആസ് യു മസ്റ്റ് ട്രാൻസ്ഫേഴ്സ് ഫ്രം ദ ഹെഡ് ടു റീച്ച് ഈച്ച് എലമെന്റ്. ഹെഡിന്ന് നമ്മൾ എന്ത് ചെയ്യും ഓരോന്നിനെയും എങ്ങനെ മെമ്മറി അലോക്കേറ്റ് ചെയ്ത് അഡ്രസ് വെച്ച് റെപ്രസെന്റ് ചെയ്ത് നമ്മൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു ആക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫ്ലെക്സിബിലിറ്റി. അരേ എന്ന് പറയുമ്പോൾ അതൊരു ഫിക്സഡ് സൈസ് ആയിരിക്കും. നമ്മൾ പറഞ്ഞു ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ എന്താണ് അതിൻ്റെ സൈസ് നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെക്കും അല്ലേ. ഓക്കെ, എക്സ്പാൻഡിങ്
the array may require moving it to a new larger contiguous memory space. ലിങ്ക്ഡ് ലിസ്റ്റ് ആണെങ്കിലോ ഡൈനാമിക് സൈസ് ആണ്. അതിന് നമുക്ക് സൈസ് എന്ത് ചെയ്യും, ഒരു ഫിക്സഡ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. നോഡ്സ് ക്യാൻ ബി ആഡഡ് ഓർ റിമൂവ്ഡ് ഈസിലി വിത്തൗട്ട് നീഡിങ് കോണ്ടിഗ്യൂസ് മെമ്മറി. നമുക്ക് എന്ത് ചെയ്യാം, നോഡ്സിനെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യും, ആഡ് ചെയ്യും റിമൂവ് ചെയ്യും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സമ്മറൈസ് ചെയ്തിട്ട് പറയാം. അറേസ് ആർ മോർ എഫിഷ്യൻറ്റ് ഫോർ ഡയറക്റ്റ് ആക്സസ്. ഡയറക്റ്റ് ആക്സസിന് എന്താണ്, നമ്മൾ അറേസിനെയാണ് മോർ എഫിഷ്യൻ്റ് ആയിട്ട് പറയാൻ പറ്റുക. പക്ഷെ നമ്മൾ എന്തിൻ്റെ കേസിൽ മെമ്മറി രണ്ട് ഡിഫറെൻറ്റ് ലൊക്കേഷനിലാണെങ്കിൽ നമ്മൾ എന്ത് വെച്ചിട്ടാണ് ലിങ്ക്ഡ് ലിസ്റ്റ് വെച്ചിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിന് തമ്മിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ നമുക്ക് അറേ യൂസ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ വിത്തൗട്ട് കോണ്ടിഗ്യൂസ് മെമ്മറി ലൊക്കേഷൻ അല്ലാതെ ഈസി ആയിട്ട് ഇൻസേഷനും ഡിലീഷനും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏത് യൂസ് ചെയ്തിട്ടാണ്, ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്തിട്ടാണല്ലേ. അപ്പോൾ ഇത്രയും നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്, ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇതുപോലുള്ള കണ്ടൻറ്റുകൾക്ക്, ഇതുപോലുള്ള യൂസ്ഫുൾ ഇൻഫർമേഷന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക. അപ്പോൾ വീണ്ടും വീട്ടിലോട്ട് കാണാം. ബൈ.